ഹലോ, ഒരു കൊച്ചു സദ്യ തട്ടിക്കൂട്ടാൻ പോവുകയാണ്. നബിദിനവും ഓണവും കൂടെ ഒരു ദിവസം ആയതുകൊണ്ട് എന്തായാലും നബിദിനത്തിനൊന്നും സദ്യ ഉണ്ടാക്കൽ നടക്കാത്തതുകൊണ്ട് നമ്മളതൊക്കെ ഉപേക്ഷിച്ചു. പക്ഷേ സദ്യ എന്ന ആഗ്രഹം മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ വേണമല്ലേ. അപ്പം ഒരു സദ്യ തട്ടിക്കൂട്ടാൻ തീരുമാനിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ ചെയ്ത് വെച്ചു. ഞാൻ 2 ദിവസം മുന്നേ ഇഞ്ചി അച്ചാറിട്ട് വെച്ചു. മാങ്ങ ഒത്തിരി പഴുത്തതാണ്. അത് ഉപ്പും കായം കൂടെ വരകി വെച്ച് നേരെ സാമ്പാറിൻ്റെ പണികളിലോട്ട് തുടങ്ങി. സാമ്പാർ പരിപ്പും ഉള്ളിയും അമരിക്കയും കൂടെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്ത് അരിഞ്ഞിട്ട് വന്നപ്പോൾ അത് വെന്തു. പക്ഷേ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ കുറവായിരുന്നു. മൽക്കറി നമ്മളിവിടെ ഉള്ളതും കൂടെ വെച്ചാണ് എടുത്തത്, അഡ്ജസ്റ്റ് ചെയ്താണ് എടുത്തത്. മൽക്കറി കുറവായിരുന്നു. പിന്നെ സാമ്പാറിന് വെച്ച് കഴിഞ്ഞതിന് ശേഷം തോരനല്ലല്ലോ, തേങ്ങയൊക്കെ തിരികെ വെച്ചു. ഞാൻ സാമ്പാർ, പച്ചടി, കിച്ചടി ഇതൊക്കെ തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് വെച്ചു. എല്ലാം കൂടെ പിറ്റുന്നതാകുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. പച്ചടിക്കും കിച്ചടിക്കും ഒരേ അരപ്പായതുകൊണ്ട് തേങ്ങ ഒരുമിച്ച് അരച്ചിട്ട് രണ്ടും കൂടെ ഈക്വലായിട്ട് എടുത്ത് അരപ്പിട്ട് കടുവൊക്കെ താളിച്ചു. പിന്നെ നേരെ മാങ്ങാച്ചാറിലോട്ട് കിടന്നു. അച്ചാറായാലും നമ്മൾ തലേ ദിവസം ഇട്ട് വെച്ചാലേ കൊള്ളാം. അപ്പോഴത്തേക്ക് എപ്പോഴും അച്ചാർ എനിക്കിഷ്ടമല്ല. പിന്നെ നേരെ അച്ചാറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങി. കിടക്കുന്നതിന് മുൻപേ ഓലനെ ഉണ്ടാക്കാൻ വേണ്ടി വൻപയറെടുത്ത് വെള്ളത്തിയിടണമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല, മറന്നുപോയി. പാതി രാത്രി കൊണ്ടാണ് ഓർമ്മ വന്ന്. അപ്പോൾ എണീക്കാനുള്ള മടിയൊന്നും എണീറ്റില്ല. രാവിലെ എണീറ്റ് വന്ന ഉടനെ ഫസ്റ്റ് ചെയ്തത് വൻപയറെടുത്ത് വെള്ളത്തിയിട്ടു. ഇട്ടിട്ട് നേരെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അടുപ്പിലിരുന്ന് ചോറ് തിളയ്ക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും വലിയ കലമൊക്കെ വയ്ക്കുമ്പോൾ വെളിയിൽ അടുപ്പിലാണ് വയ്ക്കണം, ഇല്ലെങ്കിൽ കുഞ്ഞു കലത്തിൽ തെർമൽ കുക്കറിലാണ് വയ്ക്കുന്നത്. പിന്നെ നേരെ തോരത്തിനരിഞ്ഞു. അവിയലിലൊക്കെ ഞാൻ തലേ ദിവസമേ അരിഞ്ഞ് സെറ്റ് ചെയ്തൊക്കെ വെച്ചു. ഞാൻ തോരത്തിനരിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ഉമ്മ കടുവൊക്കെ തറയിൽ തട്ടിക്കൊടുത്തി. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് വഴക്കൂടാൻ വരരുതെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ ഉടനെ തന്നെ അവിടെയൊക്കെ തൂത്ത് കടുവെല്ലാം വാരി അടുപ്പിക്കൊണ്ടിട്ട് പിന്നെ പൈനാപ്പിൾ പച്ചടിക്കുള്ള സംഭവം ചെയ്ത്. ഞാൻ ഈ പൈനാപ്പിൾ പച്ചടിയും ഓലനും ഫസ്റ്റ് ടൈമാണ് ചെയ്യണത്. എപ്പോഴും സദ്യ ഉണ്ടാക്കിയാലും ഈ 2 കറി അങ്ങനെ ഉണ്ടാക്കാറില്ല. പക്ഷേ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു ഇതൊന്നും ഉണ്ടാക്കണം എന്ന്. അങ്ങനെ ഇപ്രാവശ്യം അതും തട്ടിക്കൂട്ടി. എൻ്റെ അനിയന് ഈ മധുരമുള്ള കറി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് 2 ഗസ്റ്റൊന്നുമല്ല, എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തുള്ളതാണ്. അവർ ചുമ്മാ റിതാനെ കളിപ്പിക്കാനായിട്ട് വരും. അങ്ങനെ അവർ പോകാൻ വേണ്ടി പോയപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ ഞാൻ പായസം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ അവർ എനിക്ക് കൂട്ടിന് വന്ന് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിരുന്നു. അവരെന്നെ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ പായസത്തിന് കളർ മാറണത്. ഞാൻ പറഞ്ഞ് നോക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ അവരെയും പിടിച്ച് അവിടെ ഇരുത്തി. പിന്നെ ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ആദ്യം എൻ്റെ അനിയനും അവരൊക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. തലേ ദിവസമേ മനസ്സിൽ വിചാരിച്ചിരുന്നു സദ്യ ഉണ്ടാക്കിയിട്ട് കുളിച്ചിട്ടേ ഞാൻ കഴിക്കുള്ളൂ. പക്ഷേ വിശപ്പ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് 2 മണിയായി. വിശപ്പ് കാരണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ ദേഹത്തോടെ കറി വന്ന് ഞാൻ പിന്നെ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് കുളിച്ച് കുട്ടപ്പിയായിട്ട് കയറി വന്നപ്പോഴത്തേക്കും എൻ്റെ നാത്തൂന് ഇലയിൽ സംഭവമൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചോറൊക്കെ ഇട്ടെന്ന് ഞാൻ പറഞ്ഞു പരിപ്പ് ഒരിടത്ത് സാമ്പാർ ഒരിടത്ത് ഒഴിച്ച് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അതേപോലെയൊക്കെ ഒഴിച്ച് തന്ന് ഞാനൊരു പിടിയൊക്കെ അങ്ങോട്ട് പിടിച്ച്. എനിക്ക് ഈ ചോറ് കഴിക്കണതിനേക്കാളും സദ്യ കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ സദ്യ കഴിക്കണതിനേക്കാളും ഇഷ്ടമുള്ള കാര്യം ഈ പായസവും പപ്പടവും കൂടി ഞെരടി കഴിക്കുന്ന സംഭവം. അത് ആര് കണ്ടുപിടിച്ചതായാലും നല്ല കിടിലൻ കോംബോയാണ്. അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം. അങ്ങനെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാനൊരു സംഭവം കാണുന്നത്. വേറെ ഒന്നുമല്ല, പിള്ളേരും മുറ്റം തത്തയിട്ട് വെച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു ഇതെന്തൊരു സംഭവം. അത് തോനെ പൂവുണ്ടായിരുന്നു, കൊള്ള അതുകൊണ്ട് ഇട്ടേന്ന്. ഞാൻ ഇല കൊണ്ട് കളഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്തിന് അവരതെല്ലാം കൂടെ വാരിപ്പറക്കി അവിടെ അഭിഷേകം നടത്തിയായിരുന്നു. എന്തിനിട്ടേന്ന് ചോദിച്ചാൽ അവർക്ക് അറിഞ്ഞൂടെ. അവൻ ഉടനെ തന്നെ അതങ്ങ് ഇല്ലാതാക്കി കളയുകയും ചെയ്തു. പിന്നെ കുറച്ച് നേരം അവർ നിന്ന് റിതാൻകുട്ടനെ കളിപ്പിച്ചിട്ട് അവരും പോയി. ഞാനും പോയി റെസ്റ്റ് എടുത്തു.